വൈക്കോല് കൂട്ടി കത്തിച്ചിട്ടിട്ട് അതിൽ അയില വേവിച്ചെടുക്കണ ഒരു ഗോവൻ സ്പെഷ്യാലിറ്റി അയില ചുട്ടതുണ്ട്. അതിന് ഞാൻ ഇന്ന് എന്റെ വേർഷനിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. റെഡി വൈക്കോലില് അയില ചുട്ടെടുക്കുന്ന പരിപാടി നമ്മൾ മലയാളീസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത് ശരിക്കും അടുപ്പില് അല്ലെ. നമ്മുടെ പഴയ കാലത്തൊക്കെ വീടിന്റെ പിന്നാമ്പുറത്ത് നമ്മുടെ അമ്മമാരൊക്കെ കഞ്ഞി വേവിക്കണ സമയത്ത് ഇതിന്റെ സൈഡിൽ ഒന്നെങ്കിൽ പുഴമീൻ പിടിച്ചിട്ട് ചുട്ടിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഉണക്കമീൻ ചുട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഗോവയില് ഇത് അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള അവരുടെ ഒരു യുണീക്ക് കുക്കിംഗ് ആണ് ഈ വൈക്കോല് കൂട്ടി കത്തിച്ചിട്ടിട്ട് അയില വേവിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ പോയപ്പോ അയില എന്ന് തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഇവിടെ കാണുന്ന ഒരു മീൻ ഉണ്ടായിരുന്നില്ലേ, കൊഹേരു എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഉപയോഗിച്ചിട്ടാണ് ബെയ്റ്റ് ആയിട്ട് ഉപയോഗിച്ചത്. അപ്പൊ ആ കൊഹേരു ഉപയോഗിച്ചിട്ടാണ് കേട്ടാ ചൂടാൻ പോണത്. അപ്പൊ കൊഹേരുവിനെ കുറിച്ചിട്ട് നമുക്ക് രണ്ടു വാക്ക്. ഇത് ഞാൻ വേക്കം ബാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഏതാണ്ട് 3 ആഴ്ച കഴിഞ്ഞു. ആദ്യം നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല നീളമുള്ള നമ്മുടെ അയിലേനേക്കാളും നീളം കിട്ടും. അപ്പൊ എന്റെ ഈ കൈയിന്റെ അറ്റം മുതൽ ഫോറാംസിന്റെ പകുതിയിലധികം ഏതാണ്ട് ഒരു 1.5 അടിയോളം നീളം വരും. നല്ല മുഴുത്ത മീനാണ്. ഇതൊക്കെ ക്വാളിറ്റി നോക്കി. ഈ പാട് ചീഞ്ഞിട്ടുള്ള അല്ല കേട്ടോ, നമ്മളതിനെ കുക്ക് ചെയ്തിട്ടേ മറ്റേ മീനിന് ഇട്ട് കൊടുത്തിട്ടുള്ളതായിരുന്നു. അതാണ് ഫിഷ്. ഞാൻ നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള മീനാണ് കേട്ടാ. അത് കാരണം കഴുകാനൊന്നും ഞാൻ നിൽക്കണില്ല. ഓക്കെ, കഴുകേണ്ട കാര്യമില്ല. ഞാൻ തുടച്ചെടുക്കുകയാണ്, ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഫ്രീസ് ചെയ്ത മീനാണെന്ന് പറയും ഇതിനെ കണ്ടാൽ നിങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും വാക്വം പാക്ക് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യുമ്പോൾ യു ഗെറ്റ് എ ബെസ്റ്റ് ക്വാളിറ്റി ആക്ച്വലി. കോഹേരു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ അയില എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഓളിവറൊക്കെ മീൻ പിടിക്കാൻ വന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ അവികാശമൊക്കെ ഇതിനിപ്പോ അയില 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 എന്ന് ഇവരും ഇതിനെ അയില എന്ന് വിളിക്കാൻ തുടങ്ങി. നല്ല രസമുള്ള ഒരു പേരാന്ന് പറഞ്ഞിട്ട് അയില. ഇവിടെ കുറെ കുട്ടികളുടെ പേരാണ് അയില എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി അയിലല്ല, അയില ചെമ്പാനാണ്, കൊഴിയാളയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് പറയാൻ എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ ന്യൂസിലാൻഡിൽ മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും കാരിങ്ങാടെ എന്ന് പറയണ നമ്മുടെ ട്രവേലി അതല്ലെങ്കിൽ എന്താ പറയാ അയില മാക്രൽ ഫാമിലിയിൽ പെടുന്ന ഒരു മീനാണെങ്കിലും പക്ഷെ അയില അല്ല. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഒരു കറുത്ത ഒരു കുത്തുണ്ട്, ഇത് ഞാൻ ഒരു ലൈൻ പോണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. അയിലേനേക്കാളും ഉരുണ്ട ഒരു മീനാണ്. ന്യൂസിലാൻഡിന്റെ നോർത്തേൺ ഏരിയയിൽ മാത്രം കാണുന്ന ഒരു സ്പെഷ്യൽ ഡെലിക്കസി. നല്ല സൂപ്പർ. എനിക്ക് നമ്മുടെ അയിലയായിട്ട് നന്നായിട്ട് സാമ്യം തോന്നിയ ഒരു മീനായതുകൊണ്ടാണ് ഈ മീൻ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യണേ. ഇങ്ങനെ കണ്ട ചെറിയൊരു മീൻകുട്ടി അതിൻ്റെ അകത്തേക്ക് പോകുള്ളൂ നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷെ ഇങ്ങനെ വലിക്കുമ്പോഴാണ് മീനിന്റെ വായയുടെ വലിപ്പം തുറന്നു തരണേ. കണ്ടാ അല്ലേ, എന്ത് വലിയ വായ നോക്കി. ഇതിൻ്റെ സെറ്റപ്പ് നോക്കിയേ. പ്രിഡേറ്ററിൻ്റെ വായ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതെ ഇവിടെ 2-3 ജോയിൻ്റ് ഉണ്ട്. അതെ ഇവല്യൂഷൻ ടു മച്ചേ. ഭയങ്കര ഈസിയാണ് കേട്ടോ, ഒന്നും ചെയ്യാനില്ല. ചെതമ്പിൽ പോലും നമുക്ക് നമ്മുടെ അയിലയുടെ കളയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ കുടൽ മാത്രം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്താൽ മതി. കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ഈ തൊലിയൊക്കെ നമുക്ക് പറിച്ച് കളയാനുള്ളതാണ്. എന്താണ് ചെയ്യാനുള്ളത്? കുറച്ച് ഉപ്പിടുക, 2 പച്ചമുളക് കട്ട് ചെയ്യുക, ഈ വയറിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. തുദ്യനെ വന്നിട്ട് കൊണ്ട് നല്ല രസം. പച്ചമുളകിൻ്റെ ഫ്ലേവർ കഴിഞ്ഞു പരിപാടി. റിപ്പീറ്റ് ദ സെയിം. ഇനി നോക്കിയേ, നല്ല വാഴല എടുക്കുക. ഇത് വിയറ്റ്നാമിൽ നിന്ന് വരുന്ന വാഴലയാണ് കേട്ടോ. പറയാതിരിക്കാൻ ഇത്ര ഭംഗിയിൽ വാഴല പായ പോലെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങാൻ വലുപ്പത്തിനാണ് ഇവർ കൊണ്ടുവരുന്നത്. നല്ല സൂപ്പറായിട്ട് ഫ്രോസൺ ചെയ്തിട്ട് ഇവിടെ വാഴല കിട്ടും. ഈ വാഴലയിൽ നമ്മൾ ഇതിനെ പൊതിയാണ് കേട്ടോ. ഞാൻ അയില എടുത്തു, ഒരു ലേശം ഉപ്പ് അയിലയുടെ മുകളിൽ ഇട്ടു. ഓക്കെ, ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുക്കുക. ഈസി, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നല്ല രസമില്ലേ? നമ്മുടെ കല്യാണത്തിന് അട വീശിയിട്ട് ഇതുപോലെ വയ്ക്കും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട്. നല്ല സൂപ്പർ ആയിട്ട് നല്ല പൊതിഞ്ഞ് അടിപൊളിയായിട്ട് വന്നില്ലേ മീൻ പോ. ഓക്കെ, നമുക്കിനി ഇതിനെ കൊണ്ടുപോയിട്ട് ചൂടാം. വാ. ഇവിടെ ചെറിയൊരു സെറ്റപ്പിന് മാറ്റം കിട്ടാം. നമുക്ക് ഇവിടെ വൈക്കോല് കൂട്ടിയിട്ടിട്ട് തീ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങനെ തീ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാറ്റാണ്. അപ്പുറത്ത് വീട്ടിലേക്കൊക്കെ പോയിട്ട് പുലിവാലുണ്ടാവുമല്ലോ. പ്രശ്നം നമ്പർ 2, ഇവിടെ വൈക്കോല് മേടിക്കാൻ കിട്ടില്ല. അതിന് പകരം നമ്മുടെ ഗ്രീൻ പീസിന്റെ ഉണങ്ങിയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടിയിട്ട് കത്തിക്കാൻ പറ്റാത്ത കാരണം ഞാൻ കുറച്ച് ചാർക്കോളും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൺട്രോളായിട്ട് നമുക്ക് തീനെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രില്ലിന്റെ ബോട്ടം പാർട്ട് ഇവിടെ വെച്ചിട്ട് 2 ഇഷ്ടിക എടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഈ ഗ്രില്ല് എടുത്ത് വെച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ചാർക്കോളില്ലേ ഈ താഴെ വെച്ചിട്ടുള്ള കമ്പിയുടെ മുകളിലേക്ക് ഇടാൻ പോവാണേ. അപ്പോൾ നമുക്ക് കൺട്രോൾഡ് ഫയർ കിട്ടും. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കമ്പി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചു.
ഇനി നമുക്ക് കുറച്ച് ഇതിട്ടിട്ട് ഇട്ട് നോക്കിയേക്കാം. കത്തുണ്ടോയെന്ന് അറിയണ്ടേ? കത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ പുകയാണെങ്കിലും മതി. പക്ഷേ അധികം ഇടണ്ട. ഇവിടെ അപ്പുറത്ത് മലയാളീസിൻ്റെ വീടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും വന്നിട്ട് ഇന്നെ തല്ലും. പതുക്കെ നമുക്ക് ഇതിനെ ചുട്ടെടുക്കണം കേട്ടോ. ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഒരു 15 മുതൽ 20 മിനിറ്റ് വെന്താൽ മതിയാവും കേട്ടോ. ഓഹോ ബ്യൂട്ടിഫുൾ. ഇനി ഇതേ സെയിം ടൈമിൽ ഞാൻ ഇതിനൊരു ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആ ചമ്മന്തിയിലേക്ക് 2 ഉള്ളി ഇവിടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് സ്മോക്ക് ചെയ്തിട്ട് കിട്ടും. ഉള്ളി മാത്രമല്ല, അല്ല 2 വലിയ കാസ്പിക്കം തക്കാളി എല്ലാം ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കണം. കുറച്ച് വെളുത്തുള്ളി. ഇനി നമുക്ക് പതുക്കെ തീയിട്ട് കൊടുത്തിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളവർ, സ്പെഷ്യലി യൂറോപ്പ് അമേരിക്കയിലൊക്കെ ഉള്ളവർ തീ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പുറത്തെ വീട്ടിലേക്ക് തീ പിടിച്ചിട്ട് പണി പാളും. ഇപ്പം ഏതാണ്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ അയില ഒന്ന് തിരിക്കാൻ പോണേ. അടുപ്പ് വലിക്കുന്നുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ചൂടാ നമുക്ക്. അടാ നീ ഇതിന്റെ ഫ്ലേവർ ഒന്നും നോക്കിയിട്ടുണ്ടാ? നീ ചുട്ട ചാള കഴിച്ചിട്ടുണ്ടാ? ചുട്ട ഉണക്കമാന്തൽ കഴിച്ചിട്ടുണ്ടാ? നമ്മുടെ നാട്ടില് കഞ്ഞിക്ക് പണ്ട് പനിയൊക്കെ വരുമ്പോ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ തന്നെ തുടങ്ങിയെന്നില്ല. അപ്പോൾ ഏതാണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു ഇന്റർണൽ ടെമ്പറേച്ചർ 65-70 ഒക്കെ ഉണ്ടാവും. ഇത്ര വെന്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര കരിഞ്ഞ മണം വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തീ കെടുത്തിട്ട് എവിടെയാണെങ്കിലും തീ കെടുത്തിട്ട് പോകണമായിക്കോട്ടെ നല്ലത്. ഞാനപ്പോൾ ഈ തീ കിടത്താൻ പോകണം. എന്താ നിൻ്റെ അഭിപ്രായം? നല്ല തീരുമാനമായിരിക്കില്ലേ? നമ്മുടെ അയില ചുട്ടതും വെജിറ്റബിൾ ചുട്ടതും എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് റെസ്റ്റ് ആവട്ടെ. റെസ്റ്റ് ആവണ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഒരു ആലപ്പീനിയോ പോർക്ക് സോസേജ് മേടിച്ചിട്ടുണ്ട്. ഈ സോസേജിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഞാനൊരു പാത്രത്തിലിട്ടിട്ട് റെൻഡർ ചെയ്യാൻ പോവാണ്. വേറെ ഒന്നിനല്ല, ആ സോസേജും കൂടി ഈ ചട്നിയിൽ ചേർത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ബേസിക് സോസ് ഉണ്ടാക്കുന്നത്. ഇനി ചട്നിക്കായിട്ട് നമുക്ക് ഈ കുറച്ച് വല്ലാണ്ട് കരിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ കളയാട്ടോ. മൊത്തം കളയണ്ടേ, കുറച്ച് കരിഞ്ഞൊരു ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ. ഇനി ഇതിനെ ഒന്ന് കന്നം പിന്നം വെട്ടിയിട്ട് നമ്മുടെ ഈ മിക്സറില്ലേ, മിക്സറിലേക്ക് അങ്ങോട്ട് ഇടുക. നല്ല സ്മോക്കി ഫ്ലേവർ വരുന്നില്ലേ ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചട്നിക്ക് കുറച്ച് ഇന്ത്യൻ ഫ്ലേവർ, മെക്സിക്കൻ ഫ്ലേവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ആലപ്പീനൊക്കെ ഉണ്ട് ആ സോസേജിനകത്ത്. സോ കുറച്ച് നൈസ് ഫ്രഷ്ലി ചോപ്പ്ഡ് കൊറിയാണ്ടർ, നന്നായിട്ട് പഴുത്തിട്ടുള്ള അവക്കാഡോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടാ. ഇവിടെ നമുക്ക് അവക്കാഡോ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ക്രീമി ഇത് കിട്ടും. ഞാൻ അവക്കാഡോ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയണമെങ്കിൽ പിന്നെ നീ എന്തിനാണ്ട് അവക്കാഡോ പറഞ്ഞേന്ന് ചോദിക്കും. ഒന്നുമില്ല, അവക്കാഡോ എല്ലാവർക്കും അവൈലബിൾ അല്ല. കിട്ടിയാൽ നല്ലത്, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു ചട്നി, ഒരു പുളിയുള്ള ഒരു സാധനം വേണമെന്നേ ഉള്ളൂ. സ്മാഷ് സ്മാഷ് സ്മാഷ്. ഇനി നമ്മൾ സ്മോക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സൽസ. ഓഹോ വാട്ട് എ സ്മെൽ. മിക്സ്. വാവ്, ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയത് നിങ്ങൾ രസം കൂട്ടണേ. എന്നല്ല ഇവൻ്റെ മോന്ത കണ്ട് അന്ന് തുടങ്ങിയത് എൻ്റെ. നല്ല മണം വരും. അതാരെ കുക്ക് ചെയ്യണേ? തള്ളല് മാത്രം ഈ മുടിഞ്ഞോൻ്റെ സഹിക്കാൻ പറ്റാത്തുള്ളൂ. കുറച്ച് ഒലിവ് ഓയില്. വാവ്, മേക്ക് ഇറ്റ് ഷൈനി സ്മൂത്ത്. മിക്സ്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സോസേജ് ഇട്ടാ. ഓവന് അവിടെ നിന്ന് കൊതിയാവണില്ലേ നമുക്ക്? വെള്ളം വരണ്ട, ശ്രദ്ധിക്കണം. കുറച്ച് ഉപ്പ്, ലെമൺ ജ്യൂസ്. പുളി നിങ്ങളുടെ ആവശ്യാനുസരണം കേട്ടാ. ഇനി ഒരു ഗോവൻ ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ലേശം ഗോവൻ വിനെഗിരി ഇട്ടാ. ഇനിയിപ്പോൾ ഇതിൽ എന്താണ് ഈ ഗോവൻ കാട്ടി വെച്ചിട്ടുള്ളത്? ഫുള്ള് മെക്സിക്കൻ അല്ലേ എന്ന് ചോദിക്കും. മെക്സിക്കോ. നൗ എ ഗുഡ് ഫുൾ മൗത്ത് ഓഫ് ടേസ്റ്റിംഗ് ടൈം. ചിലവർക്ക് ഞാനിങ്ങനെ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് വായരുള്ളിലെ ടെക്സ്റ്റേഴ്സ് ക്യാമറയിൽ ഫോക്കസിൽ കാണുമ്പോൾ ഗ്രോസ് ഫീൽ ഉണ്ടെന്ന് പറഞ്ഞു. ഓ, ഭയങ്കരമാണ് ടേസ്റ്റ്. പിന്നെ നമ്മൾ ഈ ചവയ്ക്കുന്ന സമയത്ത് ഈ പല്ലിൻ്റെ ഇടയിലും ഇങ്ങനെയും കൂടെയൊക്കെ മീറ്റ് ഇരിക്കുന്ന കാരണം അങ്ങനെ തോന്നുന്നതാണ്. പക്ഷേ പിന്നെ റിയൽ ലൈഫ് സിനാരിയോയിൽ നമുക്കൊരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ നമ്മൾ കാണും, അങ്ങനെ നമ്മൾ ആസ്വദിക്കും. അങ്ങനെ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ആ ഒരു സ്പെഷ്യാലിറ്റി അല്ലേ എൻ്റെ. People love, you need to enjoy food and enjoy people eating food. The good full mouth of food, it's so good and so nice, lovely. ഇനി ഞാൻ നമ്മുടെ അയിലാനെ റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടാ. ഇവിടെ കൊറിയാണ്ടർ ഒക്കെ ഇട്ടിട്ടുള്ള ബോർഡിന്റെ മുകളിലേക്ക് നമുക്ക് ഓരോരോ അയിലാനെ ഓക്കെ നമുക്കിങ്ങനെ തുറന്നു നോക്കിയടാ. നോക്കേ, കരിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. നല്ല സ്മോക്ക് ഫ്ലേവർ വന്നിട്ടുണ്ട്. വൺ സൈഡ് നല്ല ടാനിങ് കളർ വന്നിട്ടുണ്ട്. ഓവർ കുക്കായിട്ടില്ല. ഇവിടെ ഇരിക്കട്ടെ. ഒരുപാട് തീയായിട്ടുണ്ട് വെച്ചെങ്കിൽ ഓഹോ കേട്ടോ. നമ്മൾ ഈ ഇതാണ് ജ്യൂസി എന്ന് പറയില്ലേ, ജ്യൂസി ആയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് എടുക്കണം. ഓക്കെ, ബ്യൂട്ടിഫുൾ.
ഓക്കെ. ഞാൻ ഇതിൽ പതുക്കെ സ്കിന്നൂരി കാട്ടിത്തരാം കേട്ടാ. അതിൻ്റെ മുകളിൽ ചെതമ്പലും ഇതൊക്കെ ഇല്ലേ മുകളിലൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കിന്ന് എടുത്ത് നോക്കിയത് നിങ്ങൾ പെർഫെക്റ്റ്ലി കുക്കടിയോ അല്ലേ ഓൾഡേ? അടുത്തൊന്നും എടുക്കൂടെ? ഓക്കെ. എന്ത് മീനാ നിനക്ക് കണ്ടിട്ട് കാലം? ഓ ഇതിൻ്റെ ഫാറ്റ് നോക്കിയ മുകളിലെ ദേ ഈ ചെറിയ ആ ചെതമ്പിലുള്ള ആ സാധനമില്ലേ അതിങ്ങനെ മാന്തിയ പതുക്കെ പോയിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ച് മാന്താം. അധികം ഒരുപാട് നേരം തീയിലിട്ടിട്ട് വെന്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഒരു വീട്ടിൽ ഒരു കുന്ന് വൈക്കോലക്കുന്ന് മുഴുവൻ കത്തിക്കണ്ട കേട്ടാ. പിന്നെ ഉണക്കമീൻ ഏതാ അയില ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാവും അല്ലേ. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പച്ചി വന്ന പോലെ ആള് അമ്മ മറ്റേ പശുവിന് വൈക്കോല് കൊടുക്കാൻ വരുന്ന നേരത്ത് നോക്കുമ്പോൾ ഒരു കുന്ന് വൈക്കോലും കുനെ നിന്ന് കത്തുക. ചെക്കൻ സൈഡിൽ വടിയെ പിടിച്ച് നിൽക്കുക. എന്താ ബൂമ്പങ്ങൻ്റെ വീഡിയോ അല്ലേ? മീൻ ഇങ്ങനെ തുടരണേ നോക്കുമ്പോൾ പെര കത്തി എടുക്കണ്ടാവും. Now the time to reveal. നമ്മുടെ ഉള്ളിലെ പച്ചമുളക് ഇരിക്കുന്ന ഭാഗത്തിന്റെ സെൻട്രൽ അങ്ങാടി നോക്കിയിട്ട് നമുക്ക് പൊളിക്കാം. ബ്യൂട്ടിഫുൾ നോക്കിയ നിങ്ങൾ കൊഹെറു, ന്യൂസിലാൻഡിന്റെ സ്വന്തം കൊഹെറു. എനിക്കറിയാം നിങ്ങളിപ്പോൾ എന്താ ചിന്തിക്കണം, ഈ മുട്ടിഞ്ഞ കാലമാടപ്പ് ഇത് അണ്ണാക്കിലേക്ക് കയറ്റുന്നല്ലേ. നമ്മുടെ ആദ്യം നമുക്ക് സൽസി ഒന്നും ഇല്ലാതെ ഈ ഫുൾ പീസ് മീൻ നോക്കിയേ. ഈ മീനിൻ്റെ വരെ ജ്യൂസ് എടുക്കും ഞാൻ. നേരെ അണ്ണാക്കിലേക്ക് തിരിക്കണത് സൈഡിൽ നിന്ന് തവണ ഞാൻ ഇപ്പോൾ ആംഗിൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വായലെ കലവറ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ. പുക നോക്കിയാ ഒന്നുമില്ല, ഉപ്പും ഒരു ലക്ഷം പച്ചമുളകിൻ്റെ മണം. ഇനി ഒരെണ്ണം നമുക്ക് പിന്നെ നേരെ നടു പിളർത്തി വെക്കാം കേട്ടോ. മുളക് നിന്ന് ഓക്കെ. പെർഫെക്റ്റ്ലി കുക്ക്ഡ്. എന്താ പൂൾ ദ കടാ ഫോൾ ഓഫ് ദ ബോൺ. എന്തൊരു സ്കില്ലല്ലേ. എല്ലൂരാൻ സ്കിൻ. സോ ഇപ്പോൾ ബ്യൂട്ടിഫുള്ളി കുക്ക്ഡ്. ലുക്ക് അതെ. നമ്മുടെ മീൻ ഈക്വലി ആണോ കുക്കായിട്ടുള്ളതെന്ന് അറിയാനായിട്ട് ഇപ്പം നമ്മൾ ഒരെണ്ണത്തിൻ്റെ മുള്ളൂരിയില്ലേ, അടുത്തിൻ്റെ മുള്ളു നോക്കിയേ, എല്ലാം നല്ല ഒരേപോലെ അതിൻ്റെ മുകളിൽ വെന്ത് വന്ന് നോക്കിയേ. കണ്ട എന്തോരം മീറ്റ് കിട്ടിയെന്ന് നോക്കിയേ. ഇനി നമുക്ക് ഇതിന്ന് കുറച്ച് മീറ്റ് ഇവിടെ പിച്ചി എടുത്ത് നോക്കിയാട്ടാ. എന്നിട്ട് നമുക്ക് അതൊരു ബ്രെഡിൻ്റെ ഉള്ളിലാക്കിയിട്ട് കഴിക്കേ. ഇനി നമ്മൾ ഗോവയിൽ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ പോയി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബ്രെഡുകൾ കണ്ടില്ലേ. പോയി ഒന്നും ഇവിടെ കിട്ടിയില്ല. പോയിയുടെ കൂട്ടത്തിലല്ല സാധാരണ ഇവർ ഈ അയില കഴിക്കാറ്, ചോറിൻ്റെ കൂട്ടത്തിലേക്ക് കേട്ടാ ഞാൻ കണ്ടത്. അപ്പോൾ പോയിക്ക് പകരം ഞാനിവിടെ ഒരു വിയറ്റ്നാമി ഒരു ഏഷ്യൻ ബ്രെഡ്, ഫ്രൈഡ് ബ്രെഡാണ്. അതായത് എണ്ണയിൽ മുക്കി എടുത്തിട്ടുള്ള ബ്രെഡാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാൻഡ്വിച്ച് പോലെ ആക്കിയെടുക്കാം. ഇനി ഒരു ലേശം ബട്ടർ ഈ ബണ്ണിനകത്താക്കുക. ഇനി നമ്മുടെ സൽസ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ചട്നി നോക്കിയത് നല്ല ഫാറ്റി മീറ്റി റിച്ച് ഉമാമി ഫ്ലേവർ ആൻഡ് ഗോ പ്ലന്റി. ഓക്കെ. നോ ദാരിദ്ര്യം. പക്ഷെ വയറെ ചെറിയ കൂടെ ഒലിക്കുമ്പോൾ വീണ്ടും പ്രശ്നമാവും, അതാ കുഴപ്പം. ഓക്കെ. നൗ നമ്മുടെ മീൻ എടുക്കുക, കട്ട് ചെയ്യുക, പിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക്. വാവ് ബ്യൂട്ടിഫുൾ. പുഷ് ദാറ്റ് ഇൻ. മുള്ളെടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ചിരിച്ചിരിച്ച് ചാവും. ഓക്കെ. ഒരു ലേശം സോൾട്ട്, ഒരു ലേശം പെപ്പർ, ഒരു തരിയും കൂടി സോസ് ഓൺ ടോപ്പ്. ദെൻ യു ഫോൾഡ്. Look at that. Look at this. ഇതൊക്കെയാ അപ്പോൾ ഗോവൻ സ്റ്റൈൽ, എൻ്റെ സ്റ്റൈൽ, ഇന്നോവേറ്റീവ്, വൈക്കോലിലിട്ട് പുകച്ചെടുത്ത അയില അല്ലെങ്കിൽ കോഹെറു വിയറ്റ്നാമി ബ്രെഡ് വിത്ത് മെക്സിക്കൻ ആൻഡ് ഇന്ത്യൻ സാൽസ ആൻഡ് മൈ മൗത്ത്. എൻ്റെ അമ്മേ, വാക്കുകളിലേ പറയാം കേട്ടോ. മസ്റ്റ് ട്രൈ വിത്ത് വൺ ഓഫ് ദ ബ്രെഡിൻ്റെ കൂട്ടിൽ കഴിക്കണം. ഭയങ്കര ഇത് കഴിച്ചാൽ നീ എന്താ പറയുന്നറിയോ?
ചേട്ടാ എന്നെ കല്യാണം കഴിക്കാൻ പറയും ശരിക്കും ഈ ബോ പോവിന് പറഞ്ഞ സെറ്റ് ആക്കട്ടെ. നീയേ കടിച്ചിട്ട് ഒരു ലേശം സമയം എടുത്തിട്ട് പറഞ്ഞാൽ മതിട്ടാ. പെട്ടെന്ന് പറയരുത്. ബിക്കോസ് എനിക്ക് നീ അത് എൻജോയ് ചെയ്യണത് കാണണം. നിന്റെ കടി കാണണം എനിക്ക്. ആസ്വാദനം കാണാൻ നിന്റെ. Now I'm gonna fold this. Press this. Wow! This is Paul wins one, guys. Look, Paul wins one. The discusser. നീ അത് പറഞ്ഞിട്ട് കാര്യം സമയമില്ല. Hey boy. Let all the flavors go through your mouth. Look straight, man. Look straight. ആരുടെ മുന്നിലും തലകാർത്തത്. No. Enjoy. ഒരു പാട്ട് ഉണ്ട്. സെക്കൻഡ് പാട്ട് ഉണ്ട്. Okay, second bite. Yeah, boy. Enjoy. എനിക്ക് എൻജോയ് ചെയ്യാൻ പറയാൻ പറ്റില്ല ഗൈസ്. നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഈ ബ്രെഡ് സൽസ ഒരു മീൻ വെച്ചിട്ടുള്ള സാധനം പറയോ പോലുമില്ല. നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് എല്ലാം. ഈ ബ്രെഡ് കൊള്ളാം. ഇതിന് നല്ല കറക്റ്റ് സാധനം. ഒരു ലേശം മധുരം ഉണ്ട് അതിന്. പക്ഷെ അത് ഈ സൽസയിലുള്ള ആ എരിവൊക്കെ കൂടി ബാലൻസ് ആയി പോകുന്നുണ്ട്. നല്ല കിഡ്ലോസ്കി സാധനം. ഞാൻ ഗോൾഡ് ഡസ്റ്റർ നാവ് പുതുക്കെ ഇട്ടില്ലേ? എല്ലാം ഇട്ടിട്ടുണ്ട്. ചോദ്യം ചോദിക്കല് സഹിക്കാൻ പറ്റത്. പറയണ കേട്ടോ, മാഷ് പണ്ടത്തെ ഊണ് മാഷായിരുന്നു, എല്ലാ കാര്യങ്ങളും അറിയാം. പറയാൻ പറ്റില്ല. നല്ല കോമ്പിനേഷൻ എല്ലാം കൂടെ. സോ ബെസ്റ്റ് ട്ടോ. ആ ബ്രെഡും ഇതൊക്കെ ശരിക്കും ബ്ലെൻഡ് ആയിപ്പോണ്ട്. വേണ്ട കഴിച്ചോളാം. അല്ല ഞാൻ അങ്ങനെ വീഴാൻ പോണ കാരണേ, അല്ല പൊട്ടി വീഴുന്ന പീസ് കഴിക്കാൻ വേണ്ടി നിൽക്കുക. ഓക്കെ, അപ്പോൾ അയില നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അയില വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ട്രവേളി വറ്റ വെച്ചിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വൈക്കോലിൽ ഒരുപാട് നേരം ഇട്ടിട്ട് ആ മോളിൽ നിന്ന് ഇവിടുന്ന് ഇടുമ്പോൾ ഭയങ്കര ഓവർ പവർ ആയിട്ടുള്ള കരിഞ്ഞ മണം വരും. അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇനഫ് സ്മോക്കി ഫ്ലേവറിൻ്റെ ആവശ്യമേ ഉള്ളൂ. കുറച്ചും കൂടി സ്മോക്കി ഫ്ലേവർ ആവാം. ഇവിടെ എനിക്ക് ഫയർ കൺട്രോളിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അത്രയും പറ്റിയില്ല. അതേ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇനി ഇത്രയൊന്നും പണിയാൻ പറ്റില്ല വെച്ചെങ്കിൽ തലേ ദിവസം ബാക്കി വന്നിട്ടുള്ള വറുത്തായില്ല അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ഈ സാൽസ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. വെറും അയിലെ നമ്മൾ ഇപ്പോൾ മറ്റേ മിഷലിൻ സ്റ്റാർ സ്റ്റൈലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ പുപ്പാ. ഞാൻ എൻ്റെ കാലിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങടിക്കരുതോ വെറൈറ്റി. കാലിൻ്റെ ഷോട്ടാണ് മെയിൻ. അത് നല്ല കേട്ടോ. ഇവിടെ കറക്റ്റ് ലൈറ്റ് കണ്ടില്ലേ, എനിക്കറിയാതൊക്കെ.